അസീം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക്. ട്രംപിന് ഞാൻ ഫുൾ സപ്പോർട്ട് തരാൻ ഞാനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അതോ പാകിസ്ഥാന് വേണ്ടി ഇനിയും ഇറക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അല്ല, സപ്പോർട്ട് മാത്രമല്ലല്ലോ. കുറച്ചു നാൾ മുൻപ് നാം കണ്ടതായിരുന്നു നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വേണ്ടി പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്യുകയാണ് ട്രംപിനെ. അദ്ദേഹത്തെ ഇപ്പോൾ അസീം മുനീർ ഒരു കോമാളിയായിട്ടാണ് കരുതുന്നത്. തന്റെ പദവിക്ക് സുരക്ഷിതമായിരിക്കണമെങ്കിൽ അസീം മുനീറിന് എന്തായാലും ട്രംപിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ സൂചിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് പിന്നാലെ, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ഈ അമേരിക്കയുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് തന്നെ കൃത്യമായി ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ തങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ ചൈന ഓടിയെത്തും, ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുമെന്ന വലിയ ധാരണയായിരുന്നു ചൈനയ്ക്ക്. അതുകൊണ്ട് തന്നെയായിരുന്നു അവർ ആ പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ എല്ലാ രാജ്യങ്ങളും മാളത്തിൽ ഒളിക്കുന്നതാണ് കണ്ടത്. ആദ്യം മാളത്തിൽ ഒളിച്ചത് ചൈനയായിരുന്നു. ഇനി അതുകൊണ്ടാണോ അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ തങ്ങൾ വിശ്വാസപൂർവ്വം നോക്കിയിരുന്ന ഒരു ചൈന എന്നൊരു രാജ്യം തങ്ങളെ ചതിച്ചു എന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പോൾ ചൈനയുമായൊന്നും വലിയ ബന്ധം പുലർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഈ അസീം മുനീർ ആദ്യം ഓടിയെത്തിയ രാജ്യം പാകിസ്ഥാനാണ്, അമേരിക്കയാണ്. അമേരിക്കയിൽ ഓടിയെത്തുമ്പോൾ, അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് ഓടിയെത്തുമ്പോൾ അവരും ഈ പരിഗണന നൽകണമല്ലോ. അങ്ങനെ ഓടിയെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പരിഗണനയാണ് ട്രംപ് നൽകുന്നത്. ട്രംപിന്റെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ഈ പാക് പട്ടാള മേധാവിക്ക് അവിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒരുങ്ങുന്നു. ആ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. അത്രയും വലിയ പരിഗണനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം നൽകുന്നു. ആ സമയത്ത് തന്നെയായിരുന്നല്ലോ അമേരിക്ക അതിന് സമീപമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു നരേന്ദ്രമോദി. ഉടനെ ട്രംപ് വിളിക്കുകയാണ്, മോദി അമേരിക്കയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം താൻ മുഖേന ശക്തമായി ഉടൻ തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ആ കുഴിയിൽ വീഴാൻ മോദി എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോദി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ രാജ്യങ്ങൾ സന്ദർശിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിൻവാങ്ങുന്നത് നാം കണ്ടിരുന്നു. ഇപ്പോൾ ശ്രീജിത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞത് ട്രംപിന്റെ ഭാഗമാണ് ഇപ്പൊ ശ്രീജിത്ത് ഇപ്പൊ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അസീം മുനീർ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഒരു അജണ്ട എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ പറഞ്ഞ മാതിരി ചൈനയുടെ ആയുധങ്ങളൊക്കെ എന്ന് പറഞ്ഞു പോയി ഓപ്പറേഷൻ സിന്ദൂറിൽ, അവരുമായിട്ട് കൂട്ടുകെട്ട് നടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യനെ അടിച്ചൊതുക്കണമെങ്കിൽ യുഎസിന്റെ സപ്പോർട്ട് വേണം, അവരുടെ ആയുധങ്ങൾ വേണം. അത് മാത്രമല്ല, പട്ടിണി പരവേശമായിട്ട് ജീവിക്കുന്ന പാകിസ്ഥാനില് എന്തെങ്കിലും ഫണ്ട് കിട്ടിയാൽ അത്രയും ഉപകാരം. അത് ട്രംപിനെ കൊണ്ടേ നടക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ നമ്മുടെ ഇത്തിരി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാം. അങ്ങനെയും കൂടി ആലോചിച്ചിട്ടായിരിക്കില്ലേ അസീം മുനീർ പോയിരിക്കുന്നത് അവിടെ, അല്ലേ? ചൈനനെ ഒതുക്കുക, ചൈന ഇനി വേണ്ട, പക്ഷെ ഇന്ത്യനെ ഒതുക്കുക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തോടെ ആയിരിക്കും, അല്ലേ? അല്ല, തീർച്ചയായും അതാണ്. അത് അങ്ങനെ ഒതുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടും കാര്യമില്ല. കാരണം നമുക്കേ അറിയുള്ളൂ, കണ്ടിട്ടുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യ വലിയ രീതിയിൽ ശ്രമം നടത്തിയതാണ്. ഈ ലോക ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പകൾ അനുവദിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടും പക്ഷെ അമേരിക്കയുടെ വലിയ രീതിയിൽ പിന്തുണ ഉള്ളത് കൊണ്ട് അന്ന് ആ പണം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് എന്തായാലും അസീം മുനീറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അസീം മുനീർ തുടർച്ചയായി തന്നെയാണ് ആ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. പിന്നിലെ രഹസ്യം ഇതാണ്. പക്ഷെ അങ്ങനെ രഹസ്യങ്ങൾ പുറത്താകുമ്പോഴും ഇന്ത്യ കൂടുതൽ ചൈനയുമായി അടുക്കുകയാണ്. ഏറ്റവും അവസാനം നരേന്ദ്രമോദി ഈ വരുന്ന 30-ന് അല്ലെ 31-ന് അവിടെ സന്ദർശനം നടത്തുകയാണ്, ചൈനയുമായി സന്ദർശനം നടത്തുന്നു. ഇപ്പോൾ പുതിയൊരു ക്രമമാണ് രൂപപ്പെടുന്നത്. ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ട്രംപും അസീം മുനീറും തമ്മിൽ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ട്രംപും അസീം മുനീറും തമ്മിൽ അടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും. ഈ വലിയ രീതിയിലുള്ള, നാം എന്തെല്ലാം പറഞ്ഞാലും വലിയ രീതിയിലുള്ള ആയുധ ശേഖരമുള്ള ഒരു രാജ്യമാണല്ലോ അമേരിക്ക. അമേരിക്കയുടെ സഹായം ലഭിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഇന്ത്യയുമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന നാളുകളിൽ തന്നെയാണ് അസീം മുനീർ അവിടെ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മാസത്തിനിടെ 2ാം തവണയാണ് ഈ അസീം മുനീർ എന്ന ഒരു സൈനിക മേധാവിക്ക് അവിടെ സ്വീകരണമായി ലഭിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നെഗറ്റീവാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് ഈ ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെ ഇപ്പോൾ അത് ട്രോൾ രൂപേണ വരുന്നുണ്ടെങ്കിലും ആ ബന്ധങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യയെ
പോസിറ്റീവായും ബാധിച്ചിട്ടുണ്ട്, നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നു, ഇന്ത്യയുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ ട്രാക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം പൂർണ്ണമായി മറ്റൊരു മനുഷ്യനായി മാറുന്നു. ഇന്ത്യക്ക് ഇപ്പൊ ഏറ്റവും അവസാനം നികുതി തിരിവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാക്കി അദ്ദേഹം മുന്നേറുന്ന സാഹചര്യത്തിൽ അത് അവിടെ വ്യാപാരപരമായി, അത് സൈനികപരമായുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഈ അസീം മുനീറിന്റെ ഈ തുടർച്ചയായുള്ള സന്ദർശനം. ഈ തുടർച്ചയായുള്ള സന്ദർശനങ്ങൾ, ഇദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായുള്ള സന്ദർശനത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്നും നിലവിൽ വ്യക്തമായിട്ടില്ല. അങ്ങനെ വ്യക്തമായാൽ മാത്രമേ ഇതിന്റെ നിരന്തര സന്ദർശനങ്ങൾ കൊണ്ട് ഇദ്ദേഹം, ഈ ട്രംപ് അസീം മുനീറിന് എന്താണ് നൽകാൻ പോകുന്നത്? സൈനിക സഹായമാണോ, ആയുധ സഹായമാണോ? ചേച്ചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി തന്നെ വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള തകർച്ചയാണ്. ഈ ഒരു ഭാഗത്താണ് ബലൂചിസ്ഥാൻ അടക്കമുള്ള പ്രശ്നങ്ങൾ, പാക് അധിനിവേശ കാശ്മീരിലെ പ്രശ്നങ്ങൾ. പാക് അധിനിവേശ കാശ്മീരിൽ ഒരു കാലത്ത് നമുക്കറിയാം ഈ ഭീകരവാദികളുടെ താവളമായിരുന്നു. അവിടെ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരവിടെ എത്തിക്കുമ്പോൾ ഭീകരവാദത്തിനെതിരെ രംഗത്ത് വരികയാണ് അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ. ബലൂചിസ്ഥാനിൽ ഒരു ഭാഗത്ത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ രീതിയിൽ പോരാടുകയും ഈ വർഷം തന്നെ നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് ബലൂചിസ്ഥാനിലെ സ്വതന്ത്ര പോരാളികൾ കൊലപ്പെടുത്തുന്നത്. ആ രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാവുകയാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ സൈനികമായി ഈ മറ്റ് ആക്രമണങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് അവർക്ക് ഒരു അഭയകേന്ദ്രമായി അമേരിക്ക മാറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോൾ ചൈന ഇനി എന്താണ് ചൈനയുടെ നിലപാടാണെന്ന് നോക്കിക്കാണാനുള്ളത്. ചൈന എല്ലാ കാലത്തും ഇന്ത്യയെ അടിക്കാനുള്ള ഒരു വടിയായി പാകിസ്ഥാനെ കണ്ടിരുന്നു. ആ വടി അവസാനം പാകിസ്ഥാൻ തിരിച്ചറിയുന്നു, തങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ചൈനയെ കൂടെ നിന്നില്ല. ചിലപ്പോൾ ആ പ്രതിസന്ധി ആയിരിക്കും ചിലപ്പോൾ ഈ അമേരിക്കയും അസീം മുനീറും പാകിസ്ഥാനുമായെല്ലാം അടുക്കാനുള്ള കാരണം. എന്തായാലും പുതിയൊരു ലോകക്രമമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്ത് ഒന്നിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ അസീം മുനീറും അതോടൊപ്പം തന്നെ ട്രംപും അടക്കമുള്ള ലോകരാജ്യങ്ങളിലെ ഈ തെമ്മാടികൾ തന്നെ ഒന്നിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കോമാളികൾ എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? അതെ, കാരണം വീമ്പിളക്കുന്നവർ ചിലപ്പോൾ ഈ അസീം മുനീറിനെ നമുക്കറിയാമല്ലോ. അസീം മുനീർ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വലിയ രീതിയിലുള്ള വീമ്പിളക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, നിങ്ങൾ ആക്രമിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ വീമ്പിളക്കലിന്റെ അവസാന ഭാഗമായി ഇന്നലെ തന്നെ അവിടുത്തെ സൈനികരുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ രംഗത്ത് വരുന്നുണ്ടല്ലോ. ഈ അസീം മുനീർ കാത്തിരിക്കുകയാണ്, ഇനി ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയെ പൂർണ്ണമായി ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗങ്ങൾ ആക്രമിക്കാനും തങ്ങൾ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല. ഈ ബിലാവൽ ഭൂട്ടോയുടെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, അതോടൊപ്പം തന്നെ വെടിക്കോപ്പുകളുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ദയനീയമായി തന്നെ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരം അസീം മുനീറിന്റെ സന്ദർശനം എന്തായാലും വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ എന്തായാലും നോക്കിക്കാണുകയാണ്. എന്തുകൊണ്ടായിരിക്കും തുടർച്ചയായി അദ്ദേഹം അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നതെന്ന് ഇനി വരും കാലങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.